എനിക്ക് കല്യാണം വേണ്ട, കുടുംബം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ സമാധാനം പോയി, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ കുടുംബജീവിതം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ ഒരു വലിയ സങ്കേതമാണോ? തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ പറയാം. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരാളിൽ മാത്രം നിക്ഷിപ്തമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതൊരു ടീം വർക്കോടുകൂടി, ഈക്വൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി, തുല്യ ഉത്തരവാദിത്തമായി ഭാഗിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം പ്രകടമായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനക്കേടുണ്ടാകുമ്പോൾ, അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ബാറിലോ ബീച്ചിലോ പോയി രണ്ടെണ്ണം അടിച്ച് കിടന്നുറങ്ങിയാൽ ആ പ്രശ്നം തീരില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സമാധാനവും കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ മനസ്സമാധാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. അവിടെ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. പക്ഷെ ആ പ്രശ്നങ്ങളെ അവിടെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മിടുക്ക്, കഴിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതെ ആ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് അതിനെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് മനോഹരമായ കുടുംബജീവിതം നയിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുകയുള്ളൂ. മറിച്ച് അങ്ങനെ ഒരു സംവിധാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തിൽ നമ്മൾ അഭയം തേടിയാലും അത് നമുക്കൊന്നിനും ശാശ്വതമായ ഒരു പരിഹാരമായിരിക്കില്ല. കാരണം നമ്മുടെ സമാധാനത്തിൻ്റെ ഉറവിടം നമ്മുടെ കുടുംബമാണ്. കുടുംബജീവിതത്തിലൂടെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാകുന്നുള്ളൂ, പൂർത്തീകരണം ഉണ്ടാകുന്നുള്ളൂ. വിവാഹം കഴിക്കാത്ത ജീവിതം ഒരു ഇൻകംപ്ലീറ്റ് ലൈഫായിരിക്കും, പൂർത്തീകരിക്കപ്പെടാത്തൊരു ജീവിതമായിരിക്കും. ജീവിതത്തിൽ നമുക്ക് താങ്ങും തണലുമായി ഒരാൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. മനോഹരമായ കുടുംബജീവിതം നമുക്ക് പടുത്തുയർത്താം.